ഹലോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇത് വേറൊരു ജിമ്മിൻ്റെ വീഡിയോയാണ്, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഡംബല്, ബാർബല്, വെയ്റ്റ് പ്ലേറ്റ്സ് ഇതൊക്കെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ക്ലയൻസ് അവിടെ ഇട്ടിട്ട് പോയേക്കുവാണ്. അത് എവിടെ നിന്നാണ് എടുത്ത് അവിടെ തന്നെ തിരിച്ച് കൊണ്ടുപോയി വയ്ക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. ചുമ്മാ നിലത്തിട്ടിട്ട് പോയേക്കുവാണ്. അതുകൊണ്ട് തന്നെ ജിമ്മ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചേച്ചിക്കാണെങ്കിലും അല്ലെങ്കിൽ വേറെ പയ്യനാണെങ്കിലും ഒന്നും അത് തിരിച്ചെടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദയവ് ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അതിപ്പോൾ ഡംബലായാലോ ബാർബലായാലോ എന്ത് സംഭവമാണെങ്കിലും അത് എവിടെ നിന്നാണോ എടുത്ത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കുക. അതിപ്പോൾ തുടയ്ക്കാൻ വന്ന ചേച്ചിക്ക് മാത്രമല്ല, വേറെ വർക്കൗട്ട് ചെയ്യാൻ വന്ന ക്ലയൻസുകൾക്കായാലും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണോ എടുത്ത് അവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ ജിമ്മെന്ന് പറഞ്ഞ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ആ ഡിസിപ്ലിൻ പോലും ഇല്ലാത്തവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ജിമ്മിൻ്റെ അവസ്ഥയും ഇതേപോലെയൊക്കെ തന്നെയാണ്. ആൾക്കാർ വെയ്റ്റ് പ്ലേറ്റുകൾ അവിടെ ഇവിടെയും കൊണ്ടുവന്നിട്ടേക്കുവാണ്. വെയ്റ്റ് പ്ലേറ്റ് മാത്രമല്ല, മറ്റേ ക്രോസ് ഓവറിൻ്റെ സാധനമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ മെഷീൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിങ്ങനെ വെയിറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുവാണ് അവരുടെ സൗകര്യത്തിന് വേണ്ടി. എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല. പിന്നെ വെയ്റ്റ് പ്ലേറ്റ് റാക്കി കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തേക്കണതാണെങ്കിൽ പോലും അത് ഓർഡറിലല്ല അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. ഞാനായാലും അല്ലെങ്കിൽ എൻ്റെ ജിമ്മിലെ ട്രെയിനർമാരായാലും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് 5-ൻ്റെ വെയ്റ്റ് പ്ലേറ്റ് ഒരു സൈഡിൽ, 7.5-യുടെ ഒരു സൈഡിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ആൾക്കാർ അവരുടെ സൗകര്യത്തിന് അവിടെ എവിടെയും കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ ഡംബലായാൽ പോലും അത് ചിലപ്പോൾ ചെറിയ ഡംബലൊക്കെ താഴെ കൊണ്ടുവന്ന് വയ്ക്കും, വലിയ ഡംബലൊക്കെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും. അവരുടെ സൗകര്യത്തിനാണ് അവർ ഓരോന്നും ചെയ്ത് വെക്കണത് ജിമ്മിലും എൻ്റെ ക്ലയൻറ്റുകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ജിമ്മിലും എൻ്റെ ബിഗിനേഴ്സിനാണ് അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ. ചിലപ്പോൾ ബിഗിനേഴ്സിൻ്റെ വലിയ വെയിറ്റ് പൊക്കാനുള്ള സ്ട്രെങ്ത്ത് ആയിണ്ടാവില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള പരിപാടികൾ ദയവ് ഇത് കാണിക്കാതിരിക്കുക. കാരണം അത് ബിഗിനേഴ്സിനാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ഇപ്പോൾ വെയിറ്റ് എടുക്കണമെങ്കിൽ അവർ വലിയ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം ചെറിയ വെയിറ്റുകൾ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെയിറ്റ് റാക്കിലാണെങ്കിൽ പോലും ചെറിയ വെയിറ്റിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വലിയ വെയിറ്റുകൾ കൊണ്ടുവന്നിടുക. പിന്നെ ഡംബലൊക്കെ ആണെങ്കിലും ചെറിയ വെയിറ്റുകൾ താഴെ, വലിയ വെയിറ്റുകൾ മുകളിൽ, അങ്ങനെയൊക്കെ കൊണ്ടുവന്നിടുക. തോന്നിയ പോലെയാണ് ക്ലയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബിഗിനറായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, തുടയ്ക്കാൻ വേണ്ട ചേച്ചിക്കാണെങ്കിൽ പോലും അത് എടുത്ത് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുവാണ്. അപ്പോൾ ജിമ്മെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ആ ഡിസിപ്ലിൻ പോലും ഇല്ലാത്തവരാണ് പലരും. ഇപ്പോൾ ഞാനായാലോ അല്ലെങ്കിൽ ജിമ്മിലെ ട്രെയിനർമാരായാലോ ക്ലയൻസിൻ്റെ അടുത്ത് പോയി പറയും, വെയിറ്റ് എടുത്തോടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. അല്ലെങ്കിൽ ഡംബലാണെങ്കിലും അല്ലെങ്കിൽ ബാർബലാണെങ്കിലും ഒക്കെ ഏത് സാധനമായാലും എടുത്തോടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുക എന്ന് പറയും. എന്നാലും ആൾക്കാർ വീണ്ടും പഴയ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിസിപ്ലിൻ ആദ്യം വേണം.